വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടപ്പ് കണ്ടേലാപ്പ കടന്നെത്തി. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഡ്രീം വേൾഡിൽ വന്നിരിക്കുവാണ്. അമലുണ്ട്, ബാക്കി 4. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? അവസാനം ഒരു തല. ഞാൻ സത്യം പറഞ്ഞ ഇവര് 3 രൂപ കൊണ്ടെന്നൊക്കെ വിചാരിച്ചു. നോക്കിപ്പോ അവിടെ ഒരു തലവന്നി. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈമാണ് ഡ്രീം വേൾഡിൽ വന്നേക്കുന്നത്. അപ്പൊ നേരെ നമ്മള് ഡ്രീം വേൾഡിന്റെ അകത്തേക്ക് കയറുവാണ്. അപ്പൊ അമലും അമലിന്റെ അനിയത്തിയും വന്നിട്ടുണ്ട്. അങ്ങനെ പറയാനാ പറഞ്ഞ അവളാട്ടാ അങ്ങനെ പറയാൻ പറഞ്ഞത്. നീ സിംഗിളല്ലേ? ഓക്കെ. അപ്പൊ അമൃതയുണ്ട്, രേവതി ഉണ്ട്. രേവതി നേരത്തെ പറഞ്ഞ സാധനം ഒന്നുകൂടെ പറഞ്ഞേ. സ്റ്റിക്ക് എന്തോ വേണ്ട, എനിക്ക് ബീപ്പിടാൻ വയ്യ. പിന്നെ നമ്മളുടെ പുതിയൊരു ആള് വന്നിട്ടുണ്ട്, ഷീന. ഭയങ്കര ക്ഷീണാണ് പുള്ളിക്ക്. അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഇങ്ങനെയുണ്ട് ഗൈസ് വെയില്, നല്ല രസം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം വന്ന് നമ്മുടെ അടുത്ത് മിണ്ടുന്ന ഒരു കൊച്ചിന് നമ്മൾ ഫ്രീ ആയിട്ട് ഇതിന്റെ അകത്തേക്ക് കയറ്റും. 1 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട് ആരും വന്ന് സംസാരിക്കുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഗൈസ്, അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ്. ടിക്കറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അമൃത എന്ന് പറഞ്ഞപ്പോ തന്നെ ക്യാൻസൽഡ്. അമൃത എന്നുള്ള പേരുള്ള ഒരു ആരും വന്ന് മേടിച്ചിട്ട് പോയല്ല. ബൈ സ്റ്റാൻഡർ ആയിട്ട് വന്നേക്കണ അമലെന്ന്. നിനക്കറിയോ തമിഴ്? നിനക്ക് കൊഞ്ചാൻ അറിയാമെന്ന് എനിക്കറിയാം. കൊഞ്ചാൻ അറിയാം നോക്ക്. അമല നീയാണ് അവക്ക് പഠിപ്പിച്ചു കൊടുത്തത്. രേവതി ഇടക്കിടക്ക് മുഖം കാണിക്കൂ. ഓക്കെ. എന്ത് പറ്റി നിങ്ങളുടെ വണ്ടിയൊക്കെ? നിങ്ങളുടെ വണ്ടിയൊക്കെ എന്തേ? ആണാ? ബോധം കെട്ട് കിടക്കണുണ്ടായിരുന്നല്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നീയോ? എങ്ങനെ ഉണ്ടായിരുന്ന കൊന്തളിപ്പ്? നിനക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻസ് എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്ത് പറ്റി? ഇതൊക്കെ എന്ത് വെയിറ്റ്. നമ്മുടെ യൂട്യൂബ് രേവതി അവളെ തന്നെ പുകഴ്ത്തി പറയുന്നതാണ്. യൂട്യൂബ് രേവതി 2-3 പ്രാവശ്യം പറഞ്ഞാരും കേട്ടില്ല. യൂട്യൂബില് വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബർ അമൃത ആരും ഇല്ല, പോയി എല്ലാരും. വെയില് കാരണമാണ് ഗൈസ്. അപ്പൊ യൂട്യൂബർ അമൃത ഇന്നിപ്പോ ആദ്യമായിട്ട് കാണുന്ന കേട്ടാ. പിന്നെ ടിക്ടോക്കർ പിന്നെ ടിക്ടോക്കറിന്റെ ഒരേ ഒരു ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണ ആലോചനകൾ നോക്കുന്നുണ്ട്. കൈ എടുക്കൂ പ്ലീസ്. കൈ എടുക്കൂ. ഞങ്ങള് പറക്കാൻ പോവാണ്. ഇത് കുറച്ചധികം ടൈം ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, പിടിച്ച് ചാടിയല്ലോ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഛർദിക്കത്തൊന്നുമില്ല, ഡയറക്റ്റ് പാളാ. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേര് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒടുക്കത്തെ തിരക്കാണ്. വെള്ളം കുടിക്കാൻ വരെ ഒടുക്കത്തെ തിരക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. നല്ല തിരക്കാണ് ഗൈസ്. വെയിൽ കുറഞ്ഞപ്പോഴത്തേനും അമൃത ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം വെള്ളം കുടിച്ചു. അമൃതക്ക് വെള്ളം വേണ്ട, കാരണം വെയിലായിരുന്നു. അപ്പൊ നമുക്ക് നേരെ സ്നോയിലേക്ക് പോവാം. ഇവിടുത്തെ സ്നോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. വീഡിയോസ് ഒന്നും നമ്മൾ ഇവിടുത്തെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ സ്നോയിൽ കയറാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒടുക്കത്തെ ക്യൂ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ആ ക്യൂവിൽ നിന്ന് മനുഷ്യൻ കുഴഞ്ഞ്. ഇപ്പൊ നമ്മള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യൂ ആയതുകൊണ്ടിട്ട് നമ്മൾ നേരെ സ്നോയിലേക്ക് കയറുവാണ്. ഇവിടുത്തെ സ്നോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾ സ്നോയിൽ കയറാൻ പോവാണ്. എല്ലാ പിഴകളും ഉണ്ട്. നിക്കർ ഇട്ടിട്ട് മഞ്ഞത്തിറങ്ങാൻ പോകുന്ന ആദ്യത്തെ ആള്. UK വീട്, ഉത്തര കൊറിയ. അങ്ങോട്ട് നീങ്ങിരുന്നു. വാ, ഇങ്ങോട്ടോ. ദേ വേറെ ആൾക്കാർ വരുന്നുണ്ട്, അതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളെ കയറ്റി വിടുകയാണ്. സ്നോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കയറ്റുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറിയേക്കുവാണ്. ട്രെയിനിൽ ഇപ്പോൾ മേളിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ റൈഡും കാണാൻ പറ്റുന്ന പറയണത്. പക്ഷെ താഴത്തേക്ക് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുള്ള. ഇതെന്താണിത്? ഓട്ടോ. അമൃത മറ്റേ ജെൻസിന്റെ ടോയ്ലറ്റിൽ പോയിട്ട് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കി അവിടെ ഇരിക്കണത്.
ഇത് നമ്മുടെ ജിമ്മിൽ പറ്റിയ സാധനം, നമ്മുടെ റണ്ണിങ് ട്രെഡ്മില്ലിന്റെ മറ്റേ വളഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ. സർക്കസ്, ജംബോ സർക്കസിലെ വന്യമൃഗ അമൃത ചിമ്പാൻസിയുടെ നാടകം, ചവിട്ട് നാടകത്തിന്റെ പടത്തില് നൃത്തം ചെയ്യിപ്പിക്കൂലേ? ഇല്ലന്നേ. സോ നമ്മളുടെ എല്ലാവരെയും ആണുങ്ങളുടെ കുഞ്ചകമായ നമ്മുടെ രേവതിയാണ് ഇപ്പൊ കേറാൻ പോകുന്നത്. ഓൺ ഫയർ. ഞാൻ പോകുന്നു. ബൈ ബൈ. എവിടെ കണ്ടിട്ടില്ല? ഇവിടെ താഴ്ത്തുണ്ട. യൂട്യൂബർ അല്ല, ട്യൂബർ. എടി ഒന്നുകൂടെ. സോക്സ് ഇട്ടിട്ട. അപ്പൊ മാറി. സോ ഗൈസ്, അപ്പൊ സോക്സ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ രേവതി ഒന്നുകൂടെ പോവാണ്. ഈ പ്രാവശ്യമാണ് ശരിക്കുള്ള യൂട്യൂബർ രേവതി വരാൻ പോകുന്നത്. തവള. ആ സാധനം കണ്ടായിരുന്നാ? ട്യൂബ് രേവതി ട്യൂബിലായിരിക്കുകയാണ്. അവസാനം അമൽ വൈറ്റിലയുടെ പെണ്ണുങ്ങളുടെ കണ്ണിലുണ്ണിയായ അമൽ പണ്ട് അഭ്യാസം പല രീതി. എടാ ഞാൻ പറഞ്ഞ പോലെ മറ്റേ മേളിലേക്ക് ചവിട്ടി ഓർഡർ അതാകുമ്പത്തിന് സെറ്റാണ്. പോയിട്ട് വരും ഒരൊറ്റ പ്രാവശ്യം. നീയാണോ ഓടിക്കാൻ പോണ? ഇത് തോമരെടുത്തോ? എല്ലാരും ലൈസൻസ് ഇല്ല. ഇത് ഓടിക്കാൻ ലൈസൻസ് കറണ്ടിലല്ലേ, ഇലക്ട്രിക് അല്ലേ? സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ഡ്രസ് ചേഞ്ചൽ ചടങ്ങാണ്. നമ്മളിനി ഡ്രസ്സൊക്കെ എല്ലാം ചേഞ്ച് ചെയ്ത് നേരെ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കുന്തളിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. വ്ളോഗ് കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വെള്ളത്തിലേക്ക് ചടമ്പത്തിനും മൊബൈലിൽ കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളത്തിലെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞു. നേരെ ഇപ്പോൾ കണ്ട ഏകാന്തതയുടെ അഗാധതയിൽ കിടക്കുകയാണ് സംഭവങ്ങൾ ഫുള്ള്. എന്താ റൈഡിലൊന്നും ആരുമില്ല, സെറ്റാണ്. കുറച്ച് പിള്ളേരെ കാണിച്ചു തരാം. ഹായ് പറയണേ. എന്നെ കണ്ടിട്ടുണ്ടോ? ആ ഓക്കെ. പൈസ ഒന്നും പറയിപ്പിച്ചൊന്നും അല്ലല്ലോ? അല്ല. അപ്പോൾ ഗൈസ് ടാറ്റാ. നമ്മുടെ പിള്ളേർ ഇത് ഇവിടെ കുളിക്കാനും നനക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് പിള്ളേർ ഇവിടെ വന്നിട്ടാണ് പരിപാടിയൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അമൃത, ഇത് അവിടെ ഒളിഞ്ഞിരിക്കണാരാണ്? അതൊന്നും കാണിച്ചു. ഓക്കെ. അപ്പോൾ അതെ എവിടെ ഫുള്ള് ജങ്ക് ഫുഡാണ് ഇവർ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രേവതി ഞാൻ നിർത്തിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. ഫുള്ള് ജങ്ക് ഫുഡാണ്. ഞങ്ങളൊക്കെ നിർത്തിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. ആര് അന്നം കിടന്ന് ഇങ്ങിക്കാം. അപ്പോൾ ഒരുത്ത ജങ്ക് ഫുഡ് ഹായ് കൊടുത്ത. ഹായ്. ഒരുപാട് പേരെ കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് ഹായ് പറയിപ്പിക്കുന്നുണ്ട്. നിനക്ക് ഹായ് പറയാം. ഹായ് പറഞ്ഞു. ഹായ്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. പൈസ കൊടുത്തൊന്നും പറയിപ്പിക്കണം കേട്ടോ. അടുത്തത് ടീനൊക്കെ ഹായ് പറയണമെന്ന്. ഹായ്. നോക്ക് നാണിത്തള്ള. അപ്പോൾ ഇതാണ് കോലം. നമ്മുടെ രേവതിക്ക് അവിടെ ഡ്രസ്സ് മാറാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കോലത്തിൽ തന്നെയാണ് മെട്രോയിൽ പോകാൻ പോണത്. ഇത് അടുത്ത കോലം. മെട്രോയിൽ ഇങ്ങനെയല്ലേ പോകാൻ പോണത്? പടയപ്പ. ഓർമ്മയില്ല. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വരെ ബൈ.